മാറാകട്ടെ. परमेश्वर के नाम की महिमा हो। വീണ്ടും ഒരു പ്രഭാതം കൂടി കാണുവാൻ ജീവനുള്ളവരുടെ ദേശത്ത് ദൈവം നമ്മെ ശേഷിപ്പിച്ചതിനെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. और भी एक भोर की समय एक अच्छे सुंदर के दिन है प्रभु ने हमारे लिए दिया, इसी कारण मैं परमेश्वर को धन्यवाद देता हूँ। ആരാധനയിൽ നമ്മെ ലീഡ് ചെയ്തതായ ബ്രദറിനുള്ളതായി നന്ദി അറിയിക്കുന്നു. हमारे आराधना में हमें हर्षित किया हुआ हमारा बहन की प्रति मसीह को हम धन्यवाद देता हूँ। ഇന്നത്തെ ധ്യാനത്തിനായി എടുത്തിരിക്കുന്ന തിരുവചന ഭാഗം വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം. आज की मनन के लिए चिंता के लिए हम उठाया वचन प्रकाशित वाक्य 19वां अध्याय है। 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു. 7वां 19वां प्रकाशित वाक्य 19वां अध्याय 7वां पद से लेकर 9वां पद तक हम मनन करें। സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ് രാജ്യത്വം ഏറ്റിരിക്കുന്നു. നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷ വസ്ത്രം ശുദ്ധന്മാരുടെ നീതി പ്രവൃത്തികൾ തന്നെ. പിന്നെ അവൻ എന്നോട്, കുഞ്ഞാടിന്റെ കല്യാണ സന്ധ്യയ്ക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ എന്ന് എഴുതുക എന്ന് പറഞ്ഞു. ഇത് ദൈവത്തിന്റെ സത്യവചനം എന്നും എന്നോട് പറഞ്ഞു. प्रकाशित वाक्य 19वां अध्याय 7वां पद से लेकर यह मार यूं लिखा है, आओ हम आनंदित और मगन हो और उसकी स्तुति करे, क्योंकि मेमना का विवाह आ पहुंचा है और उसकी दुल्हन ने अपने आप को तैयार कर लिया है। उसको शुद्ध और चमकदार महीन मलमल पहनने का अधिकार दिया गया, क्योंकि उस महीन मलमल का अर्थ पवित्र लोगों के धर्मी के काम है। तब स्वर्गदूत ने मुझसे कहा, यह लिख कि धन्य वे है जो मेमने के विवाह के भोज में बुलाया गया है। पर उसने मुझसे कहा, ये वचन परमेश्वर का सत्य वचन है। ഇവിടെ നാം കാണുന്നത് ഒരു വിവാഹ സൽക്കാരത്തെ കുറിച്ചൊക്കെ ഉള്ളതായ കാര്യങ്ങൾ അത്രേ. यहाँ पर हम पाया जाता है एक विवाह की और विवाह के बारे में यहाँ पर कहता है, രക്ഷകനായ ആർക്കപ്പെട്ട കുഞ്ഞാടിൻ്റെതായ കല്യാണം വന്നുവല്ലോ. हमारे लिए मरा हुआ मृत्यु पाया हुआ मेमना मसीह की विवाह के बारे में यहाँ पर कहा है। കളങ്കമറ്റ വിശുദ്ധിയോടുകൂടി ആയിരിക്കുന്നതായ വിശുദ്ധന്മാരുടേതായ കൂട്ടായ്മ അത്രേ കാന്ത. यहाँ पर कहता है, अशुद्ध कुछ नहीं, अपवित्र नहीं, पवित्रताई में जीवन बिताते हुए और दुल्हन की दुल्हा के बारे में यहाँ पर पाया जाता है। ശുഭ്രവും അതുപോലെ വിശേഷപ്പെട്ടതായ വസ്ത്രമത്രേ, നീതിയുടെ വസ്ത്രമത്രേ നാം ധരിച്ചിരിക്കുന്നത്. महीन महीन मलमल का अर्थ पवित्र लोगों के धर्म के काम के बारे में बताया है। കുഞ്ഞാടിന്റെ കല്യാണത്തെ സന്ധ്യയ്ക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ എന്ന് എഴുതുക. उसके दुल्हन के अपने आप को तैयार कर दिया और मेमना के विवाह के बारे में बुलाहट मिली है। ഏറ്റവും വളരെ പ്രാധാന്യമർഹിക്കുന്നതായ ഒരു വിവാഹ സദ്യയെ കുറിച്ച് ഇവിടെ പറയുന്നു. अधिक प्राधान्यता देते हैं जो विवाह के बारे में यहाँ पर पाया जाता है। ഇംഗ്ലണ്ടിലെ രാജ്ഞി അവരുടെ മകന്റെ ചാൾസ് രാജകുമാരന്റെ വിവാഹത്തിന് വേണ്ടി നമ്മെ ക്ഷണിച്ചു എന്ന് വിചാരിക്കുക. इंग्लैंड की राज्ञी ने उनका पुत्र के विवाह के लिए
हमें आमदन दी है, ऐसे समझ लो। അതിൽ സംബന്ധിക്കുന്നത് എത്ര പിന്നെ ശ്രേഷ്ഠമായ ഒരു കാര്യമത്രേ. उसमें शामिल होते हैं, भागी होते हैं, कितनी आमुख बात है। ഒരു പക്ഷേ നമ്മളോട് പറയും നമുക്ക് അവിടെ വരെ എത്തുന്നതിനുള്ളതായ പിന്നെ യാത്രാ സൗകര്യങ്ങളില്ല, അല്ലെങ്കിൽ പണച്ചെലവുള്ള കാര്യമാണ് എങ്കിൽ രാജ്ഞി നമ്മളോട് പറയും ആവശ്യമായിരിക്കുന്ന പണവും ടിക്കറ്റും എല്ലാം ഞാൻ തന്നുകൊള്ളാമെന്ന് പറയും. और हमें बुलाहट मिली है, हम कहते हैं आने जाने का खर्चा के लिए हमारे पास कुछ नहीं है, आने का मुश्किल है, तो कहेगा तो। और राजी ने जो बात बता दी है, जितना खर्चा होते हैं मेरा तरफ से है। വിശിഷ്ടാതിഥികൾക്ക് താമസ സൗകര്യമെല്ലാം രാജ കൊട്ടാരത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര സന്തോഷമായിരിക്കും. मेहमान के लिए जितना अधिक श्रेष्ठ श्रेणी पर बैठने के लिए वहां पर किया गया, जो बात सुनेगा तो हमारा हृदय में, मन में कितनी आनंद खुशी होता है। അപ്രതീക്ഷിതമായി അർഹതയില്ലാത്ത നമുക്ക് അങ്ങനെ ഒരു ക്ഷണം കിട്ടുമ്പോൾ നാം വളരെയധികം സന്തോഷിക്കും. हमें योग्य नहीं, अयोग्य है, योग्य बनाता है। हमें ऐसा बुलाहट मिला है, हमारा मन इतनी आनंद है, कितनी खुशी की बात है। അത് ഭൂമിയിലുള്ള ഒരു രാജകുമാരന്റെ കല്യാണത്തെക്കുറിച്ച് അത്രേ നാം പറഞ്ഞത്. पृथ्वी की एक राजा की बादशाह की पुत्र के विवाह के बारे में बताया है। എന്നാൽ രാജാതിരാജാവായ യേശു കർത്താവിന്റെ അത് വിവാഹത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ എത്രയോ ശ്രേഷ്ഠമായ ഒന്നത്രേ. और यहोवा परमेश्वर के पुत्र मसीह की विवाह के बारे में बताया, जो बात सुनेगा तो कितनी महत्वपूर्ण है। അതിൽ പങ്കാളികളാകാൻ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നതായ ദൈവമക്കൾ ശുഭ്രമായ വിശേഷ വസ്ത്രം ധരിച്ച് നിൽക്കുന്നതിനുള്ള കൃപ ലഭിച്ചിരിക്കുന്നു. और यहाँ पर बताया है, और उसकी दुल्हन के अपने आप को तैयार कर लिया है, उसको शुद्ध और चमकदार महीन मलमल पहनने का अधिकार दी गई है। കുഞ്ഞാടിന്റെ കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ. और दुल्हन के मेमना की विवाह के लिए बुलाहट मिला है, कितना आश्चर्य आनंद की बात है। മധ്യാകാശത്തിൽ ഒരുക്കപ്പെട്ടിരിക്കുന്നതായ മണിപ്പന്തൽ എന്നത്രേ അതിനെക്കുറിച്ച് പറയുന്നത്. मध्याकाश में हमारे लिए विवाह के लिए तैयार किया हुआ वो जगह के बारे में बताया गया है। കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. और यीशु मसीह स्वर्ग से पृथ्वी की ओर आते हैं, स्वर्गदूतों की इतनी और हल्लाहट के बड़ा तुरही फूक इतनी आश्चर्य कार्य से वापस आता है। ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. और मसीह में मरा हुए लोग पहले प्रथम स्थान उन्हीं के लिए है, वो पहले जी उठेंगे। उसके बाद में जिंदा है, वो जिंदे हुए लोग भी जी उठेंगे। ഈ ഭാഗ്യകരമായിട്ടുള്ളതായ അനുഭവത്തിലേക്ക് ദൈവം നമ്മെ ഓരോരുത്തരെയും ക്ഷണിച്ചുകൊണ്ടേയിരിക്കുന്നു. वो ये बुलाहट हमें दी है, ये हमको वो बुलाहट मिला तो कितना भाग्यशाली है। മത്തായിയുടെ സുവിശേഷത്തില് 22-ാം അധ്യായത്തില് ഒരു വിവാഹ സദ്യയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. मत्ती की सुसमाचार 22वां अध्याय में एक विवाह के बारे में वहां पर भी हम पाया जाता है। അവിടെ ഒരു രാജാവിന്റെ മകന്റെ കല്യാണത്തെ കുറിച്ച് എത്ര പറയുന്നത്. वहां पर एक राजा के पुत्र की विवाह के बारे में कहता है। ഇവിടെ രാജാവ് എന്ന് പറയുന്നത് പിതാവായ ദൈവവും यहाँ पर राजा अर्थ है पिता परमेश्वर। ഈ രാജാവിന്റെ മകൻ അതത്രേ നമ്മുടെ രക്ഷകനായ യേശു ക്രിസ്തു. ये राजा के पुत्र वो ही है हमारा उद्धारक यीशु मसीह।
പാപികളായ മനുഷ്യരെ രക്ഷിക്കുന്നതിന് വേണ്ടിയും അവർക്ക് നിത്യജീവൻ കൊടുക്കുന്നതിന് വേണ്ടിയും ദൈവപുത്രനായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നു. पापी अपराधी था, हम जो वो अपराध मिटाकर शुद्ध पवित्र करने के लिए स्वर्ग राज्य में ले जाने के लिए मसीह ने आया है. അത് സകലവിധമായ പാപങ്ങളിൽ നിന്നും ശാപങ്ങളിൽ നിന്നും നമ്മെ വിടുവിക്കുന്നതിന് വേണ്ടിയും നമ്മുടെ ശിക്ഷ ഏറ്റുകൊണ്ട് അവൻ കാൽവരിയിൽ യാഗമായി തീർന്നു. हमारे सारे पाप गुनाहों को त्याग कर कर माफ कर कर और हमें शुद्ध पवित्र करके मसीह की ओर बैठाने के लिए यीशु मसीह पृथ्वी पर आई है. കാൽവരി മലയിൽ ക്രൂശിൽ അവൻ നമുക്ക് വേണ്ടി മരിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തു. कालवरी पहाड़ पर अपना स्वयं जीवन त्याग कर कर लोहू बहाकर हमको मसीह के साथ जोड़ने के लिए प्रभु ने अपना जीवन त्याग की है. ക്രിസ്തുവിന്റെ ഈ ത്യാഗത്തിലൂടെ നമുക്ക് കൈവന്നിരിക്കുന്നത് ഒരു വലിയ സൗഭാഗ്യമത്രേ. मसीह के द्वारा हमें मिला हुआ ये बहुत सौभाग्य है. ഇതത്രേ സുവിശേഷ വിരുന്ന് എന്ന് പറയുന്നത്. यही है सुसमाचार की यो भोजन की शाला. ഒരു അറക്കപ്പെട്ട കുഞ്ഞാട് എന്ന് തിരുവചനത്തിൽ നാം വായിക്കുന്നു. और काटा हुआ मारा हुआ मेमना के बारे में वहां पर पाया जाता है. കർത്താവ് വാനമേഘത്തിൽ വരുമ്പോൾ അവനോടൊപ്പം ഈ പന്തിഭോജനത്തിന് നമുക്ക് അവസരമുണ്ട്. यीशु मसीह और मध्य आकाश में आता है, उसका साथ भोजन में बैठने के लिए प्रभु हमें योग्य बनाया है. ഈ വലിയ സംഭവം നടക്കുമ്പോൾ അതിൽ പങ്കാളികളായി തീരുവാൻ, നാം ഓരോരുത്തരും അതിൽ പങ്കാളികളായി തീരുവാൻ തക്കവണ്ണം ഈ രാജാവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ये भोजन तैयार किया, भोजन में हमको भी बैठाने के लिए प्रभु मसीह ने हमें बुलाहट दी है. നമുക്ക് ഒരു വിവാഹ ക്ഷണം ലഭിച്ചിരിക്കുകയത്രേ ചെയ്യുന്നത്. हमें एक बुलाहट मिली है, यीशु मसीह की बुलाहट. ഇത് സാധാരണയുള്ളതായ ഒരു വിവാഹമല്ലല്ലോ. ये साधारण तौर पर विवाह नहीं है. അപ്പോ രാജാവ് പിന്നെ സദ്യക്കുള്ളതായ എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചതിന് ശേഷം കല്യാണത്തിന് മുമ്പേ ക്ഷണിച്ചിരുന്നവരെയൊക്കെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടി തന്റെ ദാസന്മാരെ അയച്ചു. ये राजा ने भोजन तैयार किया, सब कुछ व्यवस्था की. ये भोजन तैयार करने के बाद में भी बुलाया हुआ लोगों का साथ और लोगों को भेजा है. हाँ, वो भोजन तैयारी है. ദൈവം തന്റെ പ്രവാചകന്മാരിലൂടെ ഈ വലിയ വിവാഹത്തെക്കുറിച്ച് അവരെ അറിയിക്കുകയും ക്ഷണിക്കുകയും ചെയ്തിരുന്നു. और यहोवा परमेश्वर ने और अपना भविष्यवक्ताओं के द्वारा ये बुलाहट हमें दी और घोषणा भी की. പഴയ നിയമ വിശ്വാസികൾക്ക് പ്രവാചകന്മാരിലൂടെയും ഈ ഈ സംഭവത്തെക്കുറിച്ച് അറിയുവാനും അവരെ ക്ഷണിക്കുകയും ചെയ്തിരുന്നു. मसीह के आगमन के पहले जितने भविष्यवक्ताओं और लोगों को बुलाहट मिली थी, ക്ഷണിച്ചവരെ വിളിക്കുന്നതിന് വേണ്ടി പിന്നെയും ദാസന്മാരെയും അയച്ചു. पहले बुलाहट दी, वो लोगों को और एक बार स्मरण दिलाया. എന്നാൽ അവർക്ക് വരാൻ മനസ്സില്ലായിരുന്നു. उन्होंने आने के लिए मन नहीं लगाया. അതെ, എത്രമാത്രം സുവിശേഷം കേട്ടാലും അതിന് ഒരു വിലയും കൽപ്പിക്കാതെ നിർവിചാരികളായി ജീവിക്കുന്നതായ ലക്ഷോപലക്ഷം ജനങ്ങളുടെ മധ്യത്രേ നാം ആയിരിക്കുന്നത്. और जितनों को बुलाहट मिली, वो बुलाहट त्याग करते हुए ऐसा मिलजुल रहने वालों के बीच में हमें बुलाहट मिला है. ये प्रत्येक आमंत्रण है. ഇവർക്ക് സുവിശേഷ യോഗങ്ങളിൽ സംബന്ധിക്കുന്നതിനോ വചനം കേൾക്കുന്നതിനോ തീരെ താല്പര്യമില്ല. इन्हों को सुसमाचार सुनने के लिए, मसीह का और आने के लिए कुछ
मन नहीं लगता है। നമ്മുടെ ചുറ്റുപാടുകളിൽ അങ്ങനെ മനസ്സില്ലാത്തതായ ആളുകളെ നമുക്ക് ധാരാളമായി കാണുവാൻ കഴിയും. हमारा चारों तरफ बहुत सारे लोग ये बुलाहट मानने के लिए हक नहीं रखते हैं। പിന്നെയും ദാസന്മാരെ അയച്ചിട്ട് എല്ലാ കാര്യങ്ങളെയും കാളകളെയും തടിപ്പിച്ച മൃഗങ്ങളെയൊക്കെ അറുത്ത് എല്ലാം ഒരുങ്ങിയിരിക്കുന്നു എന്ന് അവരെ റിമൈൻഡ് ചെയ്തു. और दासों से कहा विवाह का भोजन तो तैयार है परंतु निमंत्रित लोगों को योग्य नहीं ठहरे। അത് അവര് കൂട്ടാക്കിയില്ല എന്നാ പറഞ്ഞത്. उन्होंने माना नहीं। അവർക്ക് ഒരുത്തൻ പിന്നെ എന്താണ് തന്റെ വ്യാപാരത്തിലേക്കും മറ്റൊരുത്തൻ തന്റെ നിലത്തിലേക്കും പോയി. और एक बुलाहट मिला हुआ एक व्यक्ति व्यवहार के लिए गया और उन्हें खेत में गया। ഈ സുവിശേഷവും പ്രാർത്ഥനയും പ്രസംഗവും അല്ല പ്രധാനം. അവർക്ക് 10 കാശുണ്ടാക്കണമെന്നുള്ള ഒരേ ഒരു ചിന്തയേ ഉള്ളൂ. ये सुसमाचार फैलाना, सुसमाचार सुनाना ये मन नहीं, थोड़ा सा पैसा कमाने के बारे में उन्होंने मन लगाया। അതെ, ക്ഷണിച്ചതായ രാജാവിന് എത്രമാത്രം വിഷമമുണ്ടാക്കുന്നതായ ഒരു നിലപാടത്രേ ഇവരെടുത്തത്. निमंत्रित लोगों को जो बुलाहट मिली वो त्याग की और राजा की बात को त्याग कर दिया है। ശേഷമുള്ളവർ എന്ത് ചെയ്തു? അവർ ദാസന്മാരെ പിടിച്ച് അപമാനിച്ച് കൊന്നുകളഞ്ഞു. और उन्हें ये विवाह में बुलाया, निमंत्रण दिया, जो लोगों को पकड़कर सताया है। എന്നാൽ അവർക്ക് താല്പര്യമില്ല എങ്കിൽ പോകണ്ട എന്നല്ല, മറിച്ച് ഈ ഇൻവിറ്റേഷൻ കൊടുത്തതായ ദാസന്മാരെ പിടിച്ച് കൊന്നുകളഞ്ഞു. वो आया हुआ ये बुलाहट देने के दिया है, वो लोगों को बुलाकर कहने के लिए हाकिर है, नहीं जाना ना जाना वो तुम्हारा मर्जी है, लेकिन वो नहीं, उनको पकड़कर पत्रवाह की है। എവിടെയെല്ലാം സുവിശേഷം പ്രസംഗിക്കുന്നുവോ അവിടെയെല്ലാം ഈ വിവാഹത്തിന് വേണ്ടിയുള്ളതായ ഇൻവിറ്റേഷൻ അവർക്ക് ആ ജനത്തിന് കേൾവിക്കാർക്ക് കൊടുക്കുകയത്രേ ചെയ്യുന്നത്. वो राजा के पुत्र के विवाह के लिए बुलाहट मिली और देने का काम हक ये भेजा हुआ व्यक्ति दासों का था, वो ने दिया, वो लेकिन माना नहीं। ദൈവത്തിന്റെ ദാസന്മാരെ അവര് കൊന്നുകളയുവാൻ പോലും മടിക്കയില്ല. मसीह की दासों को सताने के लिए भी उन्होंने हाथ लगाया। അവരെ വല്ലാതെ പീഡിപ്പിക്കുന്നു, അത് ദണ്ഡിപ്പിക്കുന്നു. उन्होंने बहुत सारे पीड़ित कर दिया है, दंडन में भी डाल दिया है। നമ്മുടെ രാജ്യത്ത് ഇത് ഓരോ ദിവസവും അനവധി സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. हमारा इंडिया महाभारत में बहुत काम ऐसे प्रकार की हो रहा है। അങ്ങനെ സഭയെ മുടിച്ച് നടന്നതായ ഒരു മനുഷ്യനായിരുന്നല്ലോ ശൗൽ. ये नया नियम में मंडली को सताते हुए एक महाशूरवीर थे शऊल। പിന്നത്തേതിൽ ദൈവം അവനെ അറസ്റ്റ് ചെയ്ത് ദൈവത്തിന്റെ ഒരു അടിമയാക്കി തീർത്തു. और आगे जाते हैं, परमेश्वर की पवित्र आत्मा उनको घेर लिया है, उनका गुलामी बना दिया है। ഗ്രഹാം സ്റ്റെയിൻസിനെ കൊന്നുകളഞ്ഞതായതിൽ ചിലരൊക്കെ പിന്നീട് മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിന്റെ സാക്ഷികളായി ജീവിക്കുന്നു എന്നാണ് അറിയുവാൻ കഴിയുന്നത്. उड़ीसा में ऑस्ट्रेलिया मिशनरी उनका पुत्रों को जलाया हुआ जो व्यक्तियों से कई लोग यीशु को अपनाया है, ग्रहण किया है, അവർക്ക് നേരെ കള്ളക്കേസുകൾ ഉണ്ടാക്കുന്നു. उसका विरोध में झूठे साक्षी को खड़ा किया है। ഇത് വളരെ വ്യാപകമായിട്ട് ഈ കാലഘട്ടത്തില് നമുക്ക് ലോകത്തെങ്ങും കാണുവാൻ കഴിയും. वो और आजकल दिनों में बहुत स्मृति रखता है इसके बारे में। അപ്പൊ രാജാവ് കോപിച്ചിട്ട് ഈ കൊലപാതകന്മാരെ മുടിച്ച് അവരുടെ പട്ടണം ചുട്ടുകളഞ്ഞു. और ये राजा क्रोधित होकर उन्होंने वो व्यक्तियों को सताया, उनका शहर भी नाश कर दिया है।
മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായത്തിലെ ആദ്യ ഭാഗങ്ങളിലുള്ള വാക്യങ്ങൾ അത്രയും നാം ഇവിടെ ഉദ്ധരിക്കുന്നത്. मत्ती का सुसमाचार 22वां अध्याय पहले पद से लेकर मनन कर रहा है. അപ്പോ 7-ാം വാക്യം, രാജാവ് കോപിച്ച് സൈന്യങ്ങളെ അയച്ച് ആ കൊലപാതകന്മാരെ മുടിച്ച് അവരുടെ പട്ടണം ചുട്ടുകളഞ്ഞു. 7वां पद में यही लिखा है, तब राजा को क्रोध आया और उसने अपनी सेना भेजकर उस हथियारों का नाश किया और उसके नगर को भूख दिया है. രാജാവ് പിന്നെയും തന്റെ ദാസന്മാരോട് കല്യാണം ഒരുങ്ങിയിരിക്കുന്നു, ക്ഷണിക്കപ്പെട്ടവരോ യോഗ്യരായില്ല, ആകയാൽ വഴിത്തലയ്ക്കൽ ചെന്ന് കാണുന്നവരെ ഒക്കെയും കല്യാണത്തിന് വിളിപ്പിൻ എന്ന് പറഞ്ഞു. 8वां पद में यह दिया, तब उसने अपने दासों से कहा, विवाह का भोज तो तैयार है, परंतु निमंत्रित लोग योग्य नहीं ठहरे. പെരുവഴിയിൽ പോയി കണ്ട ദുഷ്ടന്മാരെയും നല്ലവരെയും എല്ലാം കൂട്ടിക്കൊണ്ടുവന്നു. 9वां पद में इसलिए चौराहों पर आओ और जितने लोग तुम्हें मिले सबको विवाह के भोज में बुला लाओ. ദാസന്മാരെ അവിടെയുള്ളതായ കണ്ടവരെ എല്ലാവരെയും വിളിച്ചു കൊണ്ടുവന്നു. जो सड़कों पर कितने लोगों को देखा है सबको बुलाहट दी लाया है. യാതൊരു മാന്യതയും ഇല്ലാത്തതായ ആളുകളെ എത്ര ഇവിടെ വിളിച്ചു കൊണ്ടുവന്നത്. तो आदरणीय योग्य नहीं है ऐसे वालों को, भटके हुए लोगों को बुलाया है. അത് അപ്രതീക്ഷിതമായിട്ടുള്ളതായ ഒരു വലിയ നേട്ടമായിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം. वो प्रतीक्षा सिवा जाते ऐसी है हाल वहां पर हुई. യഹൂദന്മാര് ദൈവം തിരഞ്ഞെടുത്തതായ ഒരു ദൈവത്തിന്റെ സ്വന്തം ജനം എന്ന് അഭിമാനിച്ചിരുന്നു. എന്നാൽ അവർ ആ ക്ഷണം നിരസിച്ചത് കൊണ്ട് ജാതികളിലായ നമുക്ക് ആ വിവാഹ സദ്യയിൽ പങ്കെടുക്കുവാനുള്ളതായ ക്ഷണം ലഭിച്ചിരിക്കുന്നു. और यहूदी है, यहोवा परमेश्वर के स्वयं पुत्र पुत्रियों हैं, जो मिलावट मिली वो त्याग की. इसी कारण में अन्य पराया देवी देवताओं का पीछे गए हुए जाति थे में और आपको वो बुलाहट मिली है. കല്യാണശാല വിരുന്നുകാരെ കൊണ്ട് നിറഞ്ഞു. और वहां पर दासों से सड़कों पर जाकर कहा, क्या बुरे क्या भले जितने मिले सबको इकट्ठा किया और विवाह का घर അതിഥിയോം से भर गया है. രാജാവ് വിവാഹത്തിന് വന്ന ആളുകളെയൊക്കെ വീക്ഷിക്കുന്നതിന് വേണ്ടി ആ കല്യാണ നടക്കുന്നതായ അവിടെ ഇറങ്ങി വന്നു. 11वां पद में लिखा, जब राजा अतिथियों के देखने भीतर आया तो उसने वहां एक मनुष्य को देखा. വന്നപ്പോൾ കല്യാണ വസ്ത്രം ധരിക്കാത്ത ഒരു മനുഷ്യനെ അവിടെ കണ്ടു. और राजा ने ये अतिथियों को देखने के लिए आया, तब विवाह का वस्त्र नहीं पहने थे एक व्यक्ति को देखा है. കല്യാണത്തിന് സംബന്ധിക്കുന്ന എല്ലാ ആളുകൾക്കും ധരിക്കുന്നതിനുള്ള വിവാഹ വസ്ത്രം സൗജന്യമായിട്ട് അവിടെ ഗേറ്റിൽ വരുമ്പോൾ തന്നെ അവർക്ക് കൊടുക്കുന്നതാണ്. और बुलाहट मिला, जितने लोग अयोग्य है इनको राजा की तरफ से अच्छे वस्त्र दिया, पहनकर अंदर आने के लिए योग्य बना दिया है. ഈ മനുഷ്യൻ അത് കൂട്ടാക്കാതെ അത് അവഗണിച്ചുകൊണ്ട് ഹാളിന്റെ അകത്ത് പ്രവേശിച്ചു. एक व्यक्ति ने जो वस्त्र नहीं पहना, जो व्यक्ति तैयार करके देखा, जो पंदल में आना पड़ा. അപ്പോ രാജാവ് ചോദിച്ചു, ഈ വിവാഹ വസ്ത്രമില്ലാതെ നീ എങ്ങനെ ഇവിടെ വന്ന് കയറി എന്ന് ചോദിച്ചു. जो विवाह का वस्त्र नहीं पहनने का पहना जो व्यक्ति को उसने पूछा, है मित्र तू विवाह का वस्त्र पहने बिना क्यों यहाँ पर क्यों आ गया है. രാജാവ് ശുശ്രൂഷക്കാരോട് ഇവനെ പിടിച്ച് കെട്ടി കൈയും കാലും കെട്ടി ഏറ്റവും പുറത്തുള്ള ഇരുട്ടിൽ തള്ളിക്കളയുവാൻ പറഞ്ഞു. उसका मुंह बंद हो गया. तब राजा ने सेवकों से कहा,
इसको हाथ पाप बांध कर उसने बाहर अग्नि अंधकार में डाल दे। അവനെ സംബന്ധിച്ചിടത്തോളം അത് അവനെ നരകത്തിലേക്ക് പോകുന്നതിന് വേണ്ടിയുള്ളതായ വാതിലത്ര അവിടെ തുറന്നു കൊടുത്തത്. वहां पर ये हम अर्थ बताता है, नरक की ओर जाने के लिए दरवाजा उनको खोल कर दिया। ഇവിടെ നരകം എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്നും എന്നേക്കുമായുള്ളതായ സെപ്പറേഷൻ എന്നത്രേ. ये नरक की अर्थ यहाँ पर है, मसीह में से रहित हो गया, बाहर है, इसकी दर्शाता है। ഈ നീതിയുടെ വസ്ത്രം നാം ധരിക്കുന്നത് യേശുക്രിസ്തുള്ളതായ വിശ്വാസത്താലത്രേ. धार्मिकता का वस्त्र पहनने के लिए अर्थ यूं है, यीशु मसीह में हमारा विश्वास है। ന്യായപ്രമാണം അനുസരിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ സൽപ്രവർത്തികൾ കൊണ്ടോ നേടുന്ന ഒന്നല്ല ഈ ദൈവം സൗജന്യമായി നമുക്ക് നൽകുന്നതായ നീതി എന്ന് പറയുന്നത്. वो ये धार्मिकता यूं है, और हमारे कुछ खर्चदार करने में, कुछ अच्छे अच्छे काम करने के बारे में मिलता हुआ चीज नहीं है। അവിടെ കയറിക്കൂടിയതായ നിർഭാഗ്യവാനായ മനുഷ്യനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവൻ നല്ല പ്രവൃത്തികൾ ചെയ്ത് മിടുക്കനായിട്ട് പിന്നെ താൻ സ്വയമായിട്ട് അഭിമാനിച്ചിരുന്നു താൻ നല്ലവനാണ് എന്ന്. वो राजा ने दिया हुआ वस्त्र नहीं पहना, जो व्यक्ति अंदर आया वो व्यक्ति स्वयं अपना मन को परखा, मैं योग्य है, बहुत दानार्पण करने वाले हैं। ഇന്ന് ക്രിസ്തീയ സഭയിൽ നല്ലൊരു വിഭാഗം ആളുകള് സ്വയനീതീകരണത്തിൽ അതെ ഞാൻ നല്ലതായിട്ടാണ് ജീവിക്കുന്നത്, ഞാൻ സ്വർഗരാജ്യത്തിൽ പോയില്ലെങ്കിൽ ആര് പോകും എന്ന് വിചാരിച്ചുകൊണ്ട് സ്വന്തം നീതിയിൽ ആശ്രയിച്ചുകൊണ്ട് സൽപ്രവർത്തികൾ ചെയ്തുകൊണ്ട് അങ്ങനെ ജീവിക്കുന്നതായ മനുഷ്യര് അത് സ്വയനീതിയിൽ ജീവിക്കുന്നു. आजकल दिनों में हम देखते हैं अपना स्वयं मन लगाते हैं, जो है मैं बहुत दानार्पण करने वाले हैं, अच्छे खूबसूरत काम करने वाले हैं, ऐसी कहकर परमेश्वर की महिमा से रहित है। നാം ക്രിസ്തുവിൽ ജീവിക്കണം, ക്രിസ്തു നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി തീരണം, എങ്കിൽ മാത്രമേ നമുക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയുള്ളൂ. स्वर्ग राज्य में जाना चाहता है तो मसीह ने हमारे लिए चेतावनी दिया, हुकूमत किया, जो बात आज्ञाकारी बने उसका बात सुनते हुए उनका पीछे हो लिया जाए। യെശയ്യാ പ്രവാചകൻ പറയുന്നത് സ്വയനീതീകരണം എന്ന് പറയുന്നത് അത് കീറിയ വസ്ത്രത്തിന് പഴയ തുണി അതിനോട് തുല്യമായിരിക്കുന്നു അത്രേ. यशायाह नबी ने ये बात दी, अपने आप को धार्मिक बनाता है जो लोग फटके हुए पुराने कपड़ा से वस्त्र से तुल्य है। 14-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, വിളിക്കപ്പെട്ടവർ അനേകർ, തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. और मत्ती का सुसमाचार 22वां अध्याय 14 पद में ये दिया, क्योंकि बुलाए हुए तो बहुत है परंतु चुने हुए थोड़ा है। ഇവിടെ വിളിക്കപ്പെട്ടവർ എന്ന് പറയുന്നത് ഈ ലോകത്തുള്ളതായ എല്ലാ വ്യക്തികളെയും ദൈവം വിളിച്ചിരിക്കുന്നു, ക്ഷണിച്ചിരിക്കുന്നു. और बुलाहट दुनिया के हर लोगों के लिए है, हर लोगों को बुलाहट है, और लेकिन उन्होंने वो बुलाहट को त्याग की है। എല്ലാ വ്യക്തികളും മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കണം എന്നത്രേ ദൈവം ആഗ്രഹിക്കുന്നത്. यहोवा परमेश्वर और मसीह ने आग्रह रखते हैं दुनिया के सारे लोग मसीह का वचन सुने और मन भराए, यीशु को अपनाए। എന്നാൽ ദൈവത്തിന്റെ ഈ ക്ഷണം നിരസിക്കുന്ന വ്യക്തികളെ അത് ദൈവം തിരഞ്ഞെടുക്കുവാൻ കഴിയില്ല. और ऐसी बुलाहट मिला जो बुलाहट को त्याग किया, और ऐसे लोगों को मसीह ने उनको चुना नहीं है। സുവിശേഷത്തിൽ വിശ്വസിക്കുകയും ക്രിസ്തുവിനെ അംഗീകരിക്കുകയും ചെയ്യുന്നതായ അല്ലെങ്കിൽ ഈ ക്ഷണത്തോട് പ്രതികരിക്കുന്നതായ അനുകൂലമായി പ്രതികരിക്കുന്നതായ ഈ ക്ഷണം സ്വീകരിക്കുന്ന വ്യക്തികൾ എത്രയും തിരഞ്ഞെടുക്കപ്പെടുന്നവർ. बुलाहट जिनको मिला
वो बुलाहट अपनाया, ग्रहण किया, स्वीकार किया, उनको आज्ञाकारी बन गया, वो ही है मिला बुलाहट मिला हुआ लोग। എന്നാൽ ഇസ്രായേൽ ജനങ്ങൾ അവർ ഈ ക്ഷണം നിരസിച്ചത് കൊണ്ട് അപ്രതീക്ഷിതമായിട്ട് യാതൊരു യോഗ്യതയുമില്ലാത്ത ജാതികളായ ആളുകൾക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനുള്ളതായ വാതിൽ തുറന്നു. ये इसराइलियों ने वो बात त्याग की, इसी कारण में योग्यता नहीं है, अयोग्य है, मैं और आप जाति में है, हमको ये बुलाहट मिली गई है। അത് നമ്മുടെ വീണ്ടെടുപ്പിന്റെ നാൾ എത്ര ശ്രേഷ്ഠമായിട്ടുള്ളതായ ഒന്നത്രേ. उतार के दिन कितना श्रेष्ठ दिन है। കുഞ്ഞാടിന്റെ കല്യാണ നാൾ എത്രയും അത് മഹത്വകരമായ ഒന്നത്രേ. मेमना की विवाह के दिन कितने महत्वपूर्ण है। അത് ഒരു രാജകീയമായ വിവാഹമാണല്ലോ. एक राजा और राजकीय विवाह है। ഈ ശബ്ദപരിധിയിലായിരിക്കും നാം ഓരോരുത്തരും ആ സൗഭാഗ്യത്തിൽ പങ്കാളികളായി തീരുവാൻ തക്കവണ്ണം ദൈവം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. ये मेरा शब्द सुनने वाले आप सबों को ये बुलाहट मिला, ये महत्वपूर्ण बात है। നാം ഓരോരുത്തരും അതിൽ പങ്കാളികളായി തീരണം, അത് നിർബന്ധമായും പങ്കാളികളായി തീരണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ये प्रत्येकों ने ये बुलाहट की आधार पर जीना रहना महत्व योग्य है। എത്ര വലിയ ശ്രേഷ്ഠമായിട്ടുള്ളതായ ഒരു പദവി എത്രയാ അത്. इतनी महत्वपूर्ण और आदर की स्थान है। ക്രിസ്തുവിനെ കൂടാതെ ഈ വിവാഹ സദ്യയിൽ കുഞ്ഞാടിന്റെ കല്യാണ വിരുന്നിൽ നമുക്ക് പങ്കെടുക്കുവാൻ കഴിയില്ല. और मसीह सिवा ये राजा के पुत्र के विवाह में आ नहीं सकते हैं। അത് ഇടുങ്ങിയ വാതിലൂടെ അത്രേ അതിൽ പ്രവേശിക്കേണ്ടത്. और सखड़े ये ऐसी रास्ताओं में से जाने के लिए बुलाहट मिली है। അത് അനവധി കഷ്ടങ്ങളിലൂടെയും പ്രതികൂലങ്ങളുടെയും പീഡനങ്ങളുടെയും മധ്യേ അത്രേ നാം അതിനെയൊക്കെയും അതിജീവിച്ചു കൊണ്ടത്രേ ഈ ഇടുക്കവാതിലൂടെ ഈ രക്ഷയിൽ പ്രവേശിക്കേണ്ടത്. और बहुत सारे कष्ट शोक भोग कर, वेदना दुख सहज कर, ये सगड़ा रास्ताओं में से, दरवाजाओं में से भीतर आने के लिए प्रभु की बुलाहट हमें मिली है। ദൈവത്തിന്റെ ദാസന്മാരെയും ദാസിമാരെയും ദൈവം ഇന്നും അയച്ചുകൊണ്ടിരിക്കുകയത്രേ ചെയ്യുന്നത്. और मसीह ने दास दासियों को ये चेतावनी देते हुए भेजते हैं। സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ തക്കവണ്ണം മാനസാന്തരപ്പെട്ട് ജീവിതങ്ങളെ കർത്താവിന് വേണ്ടി സമർപ്പിക്കുവാൻ അത്രേ സുവിശേഷത്തിലൂടെ നാം ആഹ്വാനം ചെയ്യുന്നത്. और सेवकाई में, काम कार्यों में मसीह की और लाने के लिए लोगों को बुलाहट देने के लिए प्रभु ने हमें नियुक्त किया है। സുവിശേഷത്തോട് പ്രതികരിക്കുന്നതായ വ്യക്തികൾ അത്രേ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികൾ. सुसमाचार की घोषणा में घोषणा स्वीकार करने वालों को ये बुलाहट मिला है। ഓരോ കാലഘട്ടത്തിലും ദൈവം ചില വ്യക്തികളെ പ്രത്യേകമായിട്ട് തിരഞ്ഞെടുത്തത് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ കഴിയും. एक एक समय में और निर्धारित समय में प्रभु ने विशेष तौर पर बुलाहट दिया। ऐसे लोग हैं ये प्लेटफॉर्म में आए हुए लोग। നമുക്ക് മോശയെ കുറിച്ച് അറിയാം. मूसा के बारे में हमको जानकारी है। മോശയെ ദൈവം ഇസ്രായേൽ ജനങ്ങളുടേതായ അവരുടെ നേതാവായിട്ട് അവരുടെ ഇടയനായിട്ട് തിരഞ്ഞെടുത്തു. मूसा को यहोवा परमेश्वर ने लोगों को चरवाहा होकर बुलाहट दिया, उनका नेता बना दिया है। ഈ ജനത്തെ മിസ്രയീമെ അടിമത്തത്തിൽ നിന്നും സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുവാൻ തക്കവണ്ണം അത് ധീരമായ നേതൃത്വം കൊടുക്കുന്നതിന് വേണ്ടി ദൈവം മോശയെ തെരഞ്ഞെടുത്തു. ये गुलाम में रहते हुए मिस्र देश में गुलाम है, जो इसराइलियों को हमसे छुटकारा देने के लिए और अगुवे होकर बुलाहट दी है मूसा को।
ദൈവം തിരഞ്ഞെടുക്കുന്നതായ വ്യക്തികളുടെ ജീവിതത്തിൽ അവര് ഒരു പ്രത്യേകമായിട്ടുള്ളതായ അത് അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വരും. प्रभु ने बुलाहट दिया, सेवकाई के लिए नियुक्त किया। ऐसे लोगों को विशेष परीक्षा में और वेदना में उन्होंने जाना देता है। അവൻ അനേക വർഷക്കാലം മണലാരണ്യത്തിലായിരുന്നു. बहुत सारे वर्ष मरुस्थल में थे। പിന്നത്തേതിൽ അവനെ ദൈവം ശക്തമായിട്ട് ഉപയോഗിച്ചു. ഫറവോന്റെ കൊട്ടാരത്തിൽ ചെന്ന് ഫറവോനോട് സംസാരിക്കുന്നതിനും ദൈവത്തിന്റെ ജനത്തെ വിടിവിക്കുന്നതിനും അവൻ മുഖാന്തരമായി തീർന്നു. जो मरुस्थल से प्रभु की बुलाहट मिलकर उन्होंने वापस राजा के महल में भेजा और इस्राएलियों की छुटकारा के बारे में वहां पर बताया है। വാഗ്ദത്ത ദേശം പ്രാപിക്കുന്നതിന് അതിൽ പ്രവേശിക്കുന്നതിന് ഈ ദൈവത്തിന്റെ ദാസന് ഭാഗ്യവശാൽ കഴിഞ്ഞില്ല. प्रतिज्ञा की देश जो प्रभु ने उनका कहा, वायदा बनाया, वो कनान देश में पहुंचने के लिए, प्रवेश करने के लिए मूसा को और अनुमति नहीं दी। തന്റെ ജീവിതത്തിലെ ഒരു അനുസരണക്കേട് നിമിത്തമത്രേ തനിക്ക് വാഗ്ദത്ത ദേശം പ്രാപിക്കുവാൻ കഴിയാതെ പോയത്. और मूसा यहोवा की आज्ञा नहीं माना, इसी कारण में प्रतिज्ञा की देश उनको विलास बन गए, नहीं बना। ഇസ്രായേൽ ജനങ്ങളുടെ നാശത്തിൽ നിന്നും രക്ഷിക്കുന്നതിന് വേണ്ടി ദൈവം യോസേഫിനെ മിസ്രൈമിലേക്ക് അയച്ചു. इस्राएलियों को रक्षा करने के लिए यूसुफ को मिस्र देश की ओर पकड़े भेजा था। അത് പോവർട്ടിയിൽ നിന്നും, ദാരിദ്ര്യത്തിൽ നിന്നും, ക്ഷാമത്തിൽ നിന്നും ഇസ്രായേൽ മക്കളെ രക്ഷിക്കുന്നതിന് വേണ്ടി മുന്നമേ ദൈവം അയച്ചതായ ഒരു വ്യക്തിയായിരുന്നു യോസേഫ്. कंगाल हो, दरिद्र है, वो अवस्था में से रक्षा करने के लिए യൂസഫ് को पहले मिस्र देश की ओर भेजा था। ദൈവം അറിഞ്ഞുകൊണ്ട് തന്നെ അത്രേ കാരാഗ്രഹത്തിലൂടെയും പീഡനത്തിൻ്റെതായ വ്യാജമായ പീഡനത്തിന്റെ അനുഭവങ്ങളിലൂടെ ഒക്കെയും നിന്ദിക്കപ്പെട്ട അവസ്ഥയിലൂടെ യോസേഫ് കടന്നുപോയത്. यूसुफ की हाल ऐसा हो गया, झूठे गवाही, उन्होंने बुराई की बात बताकर उनको जेल खाना में डालना पड़ा। वो यहोवा परमेश्वर को जानकारी है। ദൈവം തിരഞ്ഞെടുത്തതായ യോസേഫിനെ കടന്നു പോകേണ്ടി വന്നതായ കഠിനമായിട്ടുള്ളതായ ശോധനയത്രേ നാം വചനത്തിൽ വായിക്കുന്നത്. तो यूसुफ ने इतने कठिन वेदनाओं में गुजरना पड़ा, इसके बारे में परमेश्वर को जानकारी था। ഇസ്രായേൽ ജനങ്ങളെ നയിക്കുന്നതിന് വേണ്ടിയും ജനത്തിന്റെ ആഗ്രഹപ്രകാരം ശൗൽ എന്ന് പറയുന്നതായ ഒരു വ്യക്തിയെ രാജാവായിട്ട് അവർക്ക് കൊടുത്തു. इस्राएलियों को चराने के लिए एक राजा को प्रभु ने चुनकर उनको दिया, उनका नाम शाऊल है। എന്നാൽ പിന്നത്തേതിൽ അവന്റെ ജീവിതത്തിൽ വന്നതായ അനുസരണക്കേട് നിമിത്തം അവനെ ആ പദവിയിൽ നിന്നും അവനെ ഡിസ്മിസ് ചെയ്തു. इसके बाद में शाऊल ने आज्ञा उल्लंघन की, इसके कारण में राजा की वो स्थान उनको त्याग कर दिया है। അവൻ രാജാവായിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള ഒരു മനുഷ്യനെ കണ്ടെത്തുവാൻ തക്കവണ്ണം ശമൂവേൽ പ്രവാചകന് നിയോഗം ലഭിച്ചു. वो राजा होकर तख्ती में बैठता है, उसी समय राजा के स्थान में बैठता है, लेकिन इस्राएलियों को अच्छे मन भावने के आधार पर चलाने के लिए शमूएल को यहोवा ने चुन लिया है। ആട്ടിടയനായ ദാവീദ് രാജകൊട്ടാരത്തിൽ ചെന്നപ്പോഴേക്കും നിരന്തരമായ പീഡനമത്രേ ദാവീദിനെ അനുഭവിക്കേണ്ടി വന്നത്. और चरवाहा है दावीद, शाऊल के महल में गया, कई प्रकार के पीड़ित होने के लिए कारण बन गया। എന്നാൽ അതെല്ലാം അവന് സഹിക്കേണ്ടി വന്നു എങ്കിലും പിന്നത്തേതില് ഇസ്രായേലിലെ രാജാവായിട്ട് താൻ നിയോഗിക്കപ്പെട്ടു. वो शाऊल के द्वारा कितना हम पीड़ित बना, वो सब कुछ त्याग करके सहज कर रहा, इसी कारण में इस्राएलियों का राजा बना दिया है। അവന് ദൈവത്തിലെ ആഴമായിട്ടുള്ള വിശ്വാസവും ഭക്തിയും ഉണ്ടായിരുന്നു. वो दाऊद को
इतनी गहराई की विश्वास और भयभक्ति भी था। ദാവീദിന്റെ ഒരു സങ്കടം, ദൈവത്തിന് വേണ്ടി ഒരു ആലയം പണിയുവാൻ തനിക്ക് കഴിഞ്ഞില്ലല്ലോ. താൻ വലിയ കൊട്ടാരത്തിൽ താമസിക്കുകയാണല്ലോ. ദൈവത്തിന് വേണ്ടി ഒരു ആലയം പണിയുവാൻ താൻ ആഗ്രഹിച്ചു. और दावीद ने कहा यहोवा की संदूक ऐसा तंबू में है जो हमारा यहोवा के लिए एक अच्छा आराधनालय बनाने के लिए अभी तक मुझे हो नहीं सका। परमेश्वर के लिए एक आराधनालय बनाने के लिए मन लगाया, ദാവീദിന് അതിനുള്ളതായ അനുവാദം ദൈവം കൊടുത്തില്ല. लेकिन बनाने के लिए अनुमति यहोवा की तरफ से मिला नहीं। ദൈവത്തെ ആരാധിക്കുക എന്നുള്ളത് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു പദവിയായിട്ട് താൻ കണ്ടിരുന്നു. दाऊद ने परमेश्वर को आराधना करने के लिए इतना उन्नति श्रेणी पर है, ये विश्वास दावीद पर था। യഹോവയുടെ പെട്ടകം നാട്ടിൽ കൊണ്ടുവന്നപ്പോൾ താൻ വളരെയധികം സന്തോഷിച്ചു, ആനന്ദ നൃത്തം ചെയ്തു. यहोवा परमेश्वर की संदूक जो अपने देश में शहर में लाया, दावीद ने खुद ने नाचने पड़ा। ദൈവത്തിന്റെ ആലയത്തിൽ ഒരു കാവൽക്കാരനായി നിൽക്കുന്നത് എത്രയോ ഭാഗ്യം എന്ന് അദ്ദേഹം വർണ്ണിക്കുന്നു. और उन्होंने वर्णन की, यहोवा परमेश्वर की डेवड़ी में चौकीदार होकर रखना मुझे बहुत इतनी आनंद है। നിരന്തരമായി അദ്ദേഹം ദൈവത്തെ ആരാധിച്ചു, സ്തുതിച്ചു, മഹത്വപ്പെടുത്തി. निरंतर परमेश्वर को स्तुति आराधना करते हुए लवलिन रहते थे। സർവശക്തനായ ദൈവം ആരാധനയ്ക്ക് യോഗ്യനായത് കൊണ്ടത്രേ താൻ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്തത്. ये दावीद ने आराधना किया, महत्व दिया। हमारा परमेश्वर वो स्तुति और धन्य की योग्य है। നമുക്കുള്ളതായ ചില ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി നാം ദൈവത്തെ ആരാധിക്കത്രേ പലപ്പോഴും ചെയ്യാറുള്ളത്. आजकल दिनों में बहुत सारे बात ये ही है, अपने और समयानुसार उन्होंने आग्रह रखते हैं, वो पूरा करने के लिए प्रार्थना करते हैं। കാര്യസാധ്യത്തിന് വേണ്ടിയുള്ളതായ ആരാധന, സ്തോത്രം. हमारा आवश्यकता को पूरा करने के लिए धन्यवाद देते हैं, प्रार्थना करते हैं। സർവവും മറന്ന് നമ്മുടെ ആവശ്യങ്ങളെയും എന്ത് തന്നെയായിരുന്നാലും അതിനെ അവഗണിച്ചുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ നാം സ്തുതിസ്തോത്രങ്ങൾ അർപ്പിക്കുവാൻ തയ്യാറാകണം. अपने आप को सब कुछ त्याग कर हमारा मुंह से धन्यवाद स्तुति की बलि चढ़ाने के लिए हम योग्य तैयार होना चाहिए। അപ്പോൾ അനേക വിധമായിട്ടുള്ള പ്രതികൂലങ്ങളുടെ അത്രയും ദാവീദ് കടന്നുപോയത് എങ്കിലും തന്നെ ദൈവം ശക്തമായിട്ട് ഉപയോഗിക്കുന്നതിന് ഇടയായി തീർന്നു. बहुत सारे कठिन शोधना में गुजरना पड़ा, फिर भी दावीद राजा ने परमेश्वर का महिमा से रहित नहीं हुई। യെഹെസ്കേലിന്റെ പ്രവചനം 22-ാം അധ്യായം 30-ാം വാക്യം. यहेजकेल की पुस्तक 22वां अध्याय में दूसरा पद में लिखा है, ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം അതിന് മതിൽ കെട്ടി എന്റെ മുമ്പാകെ ഇടിവിൽ നിൽക്കേണ്ടതിന് ഒരു പുരുഷനെ ഞാൻ അവരുടെ ഇടയിൽ അന്വേഷിച്ചു, ആരെയും കണ്ടില്ല താനും. मनुष्य के संतान, क्या तू उस हत्यारों नगर के न्याय ना करेगा? क्या तू उसका न्याय ना करेगा? उसका उससे सब दिनों काम बता दे। നശിച്ചു പോകുന്ന ജനത്തിന് വേണ്ടി മധ്യസ്ഥത ചെയ്യുവാൻ തക്കവണ്ണം തയ്യാറാകുന്നതായ പ്രാർത്ഥനാ പോരാളികളെ ദൈവം അന്വേഷിച്ചുകൊണ്ടേയിരിക്കുന്നു. और नाश में विनाश में जाते हैं जो लोगों को यीशु मसीह में लाने के लिए प्रयत्न करने वाला है, मसीह की अच्छा शिक्षक। ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന നാം ഓരോരുത്തരും ദൈവത്തിന് വേണ്ടി സമയം വേർതിരിക്കുകയും അതുപോലെ കമ്മിറ്റഡ് ആയിട്ടുള്ളതായ ആളുകളായിരിക്കാൻ ഞാൻ നിങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ये प्लेटफॉर्म में जितनों ने अपने आप को समर्पण किया, यीशु को यीशु पर प्रेम रखता और मसीह की आज्ञाकारी बना, इसलिए मैं धन्य करता है।
ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ളതായ ആളുകളത്രേ നാം ഓരോരുത്തരും. मसीह के हृदय की मन भावने के आधार पर बुलाहट मिला हुआ लोग है, मसीह में आए हुए लोग. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടുന്നതായ ചില വ്യക്തികളെ കുറിച്ച് ഞാൻ ചിന്തിച്ചു. എന്നാൽ ദൈവത്തിന് അവരെ ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് പല കഠിനമായ ശോധനകളിലൂടെ അവർക്ക് കടന്നു പോകേണ്ടി വന്നു. मसीह की बुलाहट मिला हुआ पवित्र संतानों को कई प्रकार की वेदना सहजना पड़ा है. യെശയ്യാ പ്രവാചകന് ഒരു ദർശനമുണ്ടായി. यशायाह नबी को एक दर्शन मिला है. പിതാവും പുത്രനും കൂടി നിൽക്കുന്നതായ ഒരു കാഴ്ച താൻ കാണുകയുണ്ടായി. यशायाह ने एक दर्शन पाया, पिता पुत्र के साथ बैठता है, खड़ा है, वो दर्शन पाया है. ഞാൻ ദൈവശബ്ദം കേട്ടു. അതായത് അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു എന്ന്. और एक दर्शन बुलाहट, एक शब्द सुना, मैं किसको भेजू, कौन जाएगा, ये आवाज मिला है. അദ്ദേഹം പറഞ്ഞു, അടിയനിതാ, അടിയനെ അയക്കണമേ എന്ന്. और यशायाह ने कहा, हाँ मैं तेरा दास हूं, मुझे भेजे. ഇവിടെ ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന ആളുകൾ ഈ ശബ്ദം കേൾക്കാൻ അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു എന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ പറയുമായിരിക്കും ജോർജ് സി തോമസ് പാസ്റ്ററെയോ അല്ലെങ്കിൽ തോംസൺ പാസ്റ്ററെയോ അയച്ചാട്ടെ എന്ന് പറയും. ये प्लेटफॉर्म में मेरा शब्द सुने हुए लोग ऐसा मनभावनी है, जोशी थॉमसन पास्टर या थॉमसन पास्टर को भेजे, मुझे ना भेजे. അതുകൊണ്ട് പിന്നെ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് പോലെ ഈ സുവിശേഷത്തിന് നാം ചെവി കൊടുക്കുകയും പിന്നെ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹം അവന്റെ ഇഷ്ടം ചെയ്യുവാൻ തക്ക നമ്മെ തന്നെ ഒരിക്കൽ കൂടി സമർപ്പിക്കാം. ये एक बात आपको आमंत्रण देता हूं, ये वचन भविष्यवाणी सुनते हुए मसीह का पीछे पैर रखे हो लिया जाए, ये बात आपको चेतावनी की नहीं देता हूं. അതെ, ഈ ദൈവത്തിന്റെ പരമവിളിക്ക് യോഗ്യമാം വണ്ണം കർത്താവിന്റെ ശബ്ദം കേട്ട് തിരഞ്ഞെടുക്കപ്പെട്ടവരായി ആയിരിക്കുവാൻ തക്കവണ്ണം നമുക്ക് ശ്രദ്ധിക്കാം. परमपिता की बुलाहट सुनते हुए उनका पीछे जाने के लिए हम तैयारी के साथ रहे. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. ये वचनों से हम सबों को प्रभु आशीष दिया दे. आमेन.